കാനഡയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എല്ലാവരും പറയുന്നതാണ് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെഡിക്കൽ സിസ്റ്റം പോരായ്മയുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഹെൽത്ത് സിസ്റ്റം ഉള്ളത് US-ലാണ് എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ ഒരു ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കും ഒക്കെ പോകുന്നത് US-ലേക്കാണ്. US-ലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് ഒരാൾക്കാർ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. You from? From New Delhi. What's the worst thing you saw when you first came over about America? What's the worst thing you saw? You're like, wow, this is so crazy from India. I do not like this. The healthcare system over here. Okay. If we have anything like we want to get antibiotics or anything, we go to any pharmacy, just pick it up and Nice. here like there is a system for everything, which I don't like. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു UK-ലെ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് മറ്റൊരാൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ഹൊറർ മൂവിയിലെ സീനല്ല. UK-ലെ മലയാളി ഋജുലേഷ് എന്ന് പറയുന്ന ആളുടെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സീനാണ്. ഇതിലെ കോമഡി എന്താന്ന് പറഞ്ഞാൽ ഒരു ബെന്ലി കാർ പുള്ളി ആദ്യം വാങ്ങി, അത് ഇതുപോലെ അവിടുത്തെ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി. രണ്ടാമത് പിന്നെ ഒരു ബെന്ലി കാർ വാങ്ങി, അതും മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ 2 പ്രാവശ്യം കാറ് മോഷണം പോയപ്പോഴും പുള്ളിക്കാരൻ പോയിട്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ ആ കേസ് ക്ലോസ് ചെയ്തു. കേസ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, ഇത് സ്ഥിരം സംഭവമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല രീതിയിൽ തന്നെ പോലീസുകാർ കൈയൊഴിഞ്ഞു. ഇതിപ്പോ ഞാൻ അവിടുത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞാണ്, സേഫ്റ്റിയുടെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞാണ്. നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും സേഫ്റ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ പലരും പറയാണ്ട് ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ട്. ഹെൽത്ത് കെയർ ഇതേ അവസ്ഥയാണ്. 1 വർഷം 2 വർഷമൊക്കെയാണ് അവിടെ വെയിറ്റിംഗ് പീരീഡ് ഒരു സർജറിക്ക്. അപ്പോൾ നമ്മൾ ഈ UK എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓടി UK-ലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏതൊരു വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഹെൽത്ത് സിസ്റ്റം അതിനുള്ള പോരായ്മകൾ ഒത്തിരി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ നാട്ടിലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു പാറ്റേണേ അല്ല പല രാജ്യത്തും ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിദേശ രാജ്യത്തെ ഹെൽത്ത് സിസ്റ്റത്തിനുള്ള പോരായ്മകൾ? ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ അങ്ങനത്തെ മിക്ക സ്ഥലത്തും ഒരു പെയ്ഡ് ആയിട്ടുള്ള ചികിത്സയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഈവൻ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും പല ചികിത്സകൾക്കും നമുക്ക് കാശ് കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ, അത് ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പലരും ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനോ ഒക്കെ മടിക്കാറുണ്ട്. നല്ല രീതിയിൽ അസുഖം ഒന്ന് മൂർച്ഛിച്ചാൽ മാത്രമേ പല ആൾക്കാരും ഡോക്ടറെ കാണുക പോലും ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ പല ആൾക്കാരും ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിലോ പോയിട്ട് സ്വന്തമായിട്ട് ഒരു മരുന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ ആ ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് മേടിച്ച് കഴിക്കുകയോ ഒക്കെയാണ് പലരും ചെയ്യുന്നത്. ഈവൻ നമുക്കെല്ലാം അറിയാവുന്നതാണ്, ആൻറ്റിബയോട്ടിക്സ് പോലും നമുക്കൊരു ഫാർമസിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് മേടിക്കാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് പല രീതിയിലും ചികിത്സകളിലൊക്കെ ചികിത്സിക്കുന്നതും. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മാത്രമല്ല, പല ആൾക്കാരും ഹോമിയോയും അല്ലെങ്കിൽ ആയുർവേദവും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റാണ് പലരും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ടൗണിൽ തന്നെ 10-15 ഹോസ്പിറ്റൽസാണുള്ളത്. ചിലരൊക്കെ ചിലപ്പോൾ ഒരു 10 ബെഡഡ് ആയിരിക്കാം, ചിലർക്ക് ഒരു 25 ബെഡഡോ, അങ്ങനെ വലുപ്പത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഏത് സമയത്തും നമുക്ക് ഡയറക്റ്റ് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനും അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സർജറിയൊക്കെ പറയുകയാണെങ്കിൽ പോലും നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളൊരു മെയിൻ സിറ്റീസിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല പരസ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഹോസ്പിറ്റലിൻ്റെ ആയിട്ടുള്ള പരസ്യങ്ങൾ. അതായത് IVF ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർഡിയാക്ക് എന്തെങ്കിലും കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാർദ്ധക്യമുള്ളവരെ ചികിത്സിക്കുന്നതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ നൂതനമായിട്ടുള്ള ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ബോർഡുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാം മെയിൻ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൻ്റെ എണ്ണമൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് വളരെ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു എന്നുള്ളതാണ്. പല ഹോസ്പിറ്റലിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാക്കേജായിട്ട് പോലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഒരിക്കൽ നിങ്ങൾക്കൊരു ഡോക്ടർ തന്നേക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ആ സെയിം അസുഖങ്ങൾ വീണ്ടും നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തന്നെ പലവട്ടം ഫാർമസിയിൽ നിന്നൊക്കെ മെഡിസിൻ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു വെസ്റ്റേൺ കൺട്രീസിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. അതിപ്പം കാനഡ ആയിക്കോട്ടെ, US, UK, ഓസ്ട്രേലിയ, അങ്ങനത്തെ പല കൺട്രീസിലെയും ഹെൽത്ത് സിസ്റ്റമൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ആദ്യമായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരിക എന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് നമുക്കൊരു പനി വരിക എന്ന് വിചാരിക്കുക. ഈ കാനഡയിലൊക്കെ ഈ നെഗറ്റീവ് പറയുന്ന പല വീഡിയോസും പലരും കാണുന്ന കാരണം ഇവിടെ ഉള്ള പല ആൾക്കാരും പനി വരുമ്പോൾ അവർ ഒരു ഡോക്ടറെ പോലും കാണാൻ പോകാറില്ല. കാരണം ഡോക്ടറെയൊക്കെ കാണാൻ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല എന്നൊക്കെയാണ് പല ആൾക്കാരും ഇന്നും വിശ്വസിക്കുന്നത്.
എന്നാൽ നമുക്ക് ഇവിടെ ഒരു മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു പനി വരുമ്പോൾ ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇഷ്ടംപോലെ വോക്ക് ഇൻ ക്ലിനിക്സ് ഉണ്ട്. വോക്ക് ഇൻ ക്ലിനിക്സ് എന്ന് പറയുമ്പോൾ അതിന് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു ഫിസിഷ്യനായിട്ടുള്ള ഒരു ഡോക്ടറായിരിക്കും അവിടെ ഉണ്ടാവുക. അതിപ്പം പനി മാത്രമാവണമെന്നില്ല, എമർജൻസി അല്ലാത്ത ഏതൊരു കാര്യങ്ങൾക്കും, അതായത് നമ്മൾ വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീര് വരികയോ അങ്ങനത്തെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള ഒരു വോക്കിംഗ് ക്ലിനിക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ വോക്കിംഗ് ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 5 തൊട്ട് 10 വോക്കിൻ ക്ലിനിക്കുകളെങ്കിലും ഉണ്ടാവും. ഈ വോക്കിൻ ക്ലിനിക്കിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒരു 8 മണി തൊട്ട് ഏകദേശം ഒരു 4 മണി വരെ ആയിരിക്കും. ഈ വോക്കിംഗ് ക്ലിനിക്കിൽ ഡയറക്റ്റ് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാതെ തന്നെ അവിടേക്ക് ചെല്ലാനും പറ്റും. വൺസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നേരത്തെ വന്നിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ വന്ന ഉടനെ നമുക്കൊരു ടോക്കൺ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ നമ്പർ എത്ര ആണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ വിളിക്കുക. ഞാനിവിടെ വന്നതിന് ശേഷം പലവട്ടം പനിയൊക്കെ വന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഏകദേശം ഒരു 10-20 വട്ടം വോക്കിൻ ക്ലിനിക്കിലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം വെയിറ്റ് ചെയ്തിട്ടുള്ളത് പോലെ ഒരു അരമണിക്കൂറാണ്. ഇപ്പോൾ ഒരു വോക്കിൻ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ അവിടെ തിരക്ക് കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു വോക്കിൻ ക്ലിനിക്കിൽ പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ തിരക്കുള്ള ക്ലിനിക്കുകൾ ഒഴിവാക്കി തിരക്ക് കുറഞ്ഞൊരു ക്ലിനിക്കാണ് ചൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ വൺസ് അവിടെ ഒരു ടോക്കൺ കിട്ടി നമ്മൾ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാരും പറയുന്ന മറ്റൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പനിയായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഒരു മരുന്ന് പോലും ചിലപ്പോഴൊന്നും എഴുതാറില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പനി തന്നെ പല ടൈപ്പുകളുണ്ട്. ഉദാഹരണമായിട്ട് ചിലപ്പോൾ നമ്മുടെ പനി ഒരു വൈറൽ ഫീവർ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാക്ടീരിയൽ ഫീവറും ആവാം. വൈറൽ ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഒരു ചികിത്സ എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക മാത്രമാണ്. പിന്നെ വൈറൽ ഫീവർ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പനിയോ ഛർദിയോ തലവേദനയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു മരുന്നുകൾ മാത്രമാണ് എടുക്കേണ്ടത്. ആ മരുന്നുകളൊന്നും നമുക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഫാർമസി പോയി കഴിഞ്ഞാൽ ആ മരുന്നുകളൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊന്നും ഡോക്ടർ മരുന്നുകളൊന്നും എഴുതാത്തത്. രണ്ടാമതായിട്ടുള്ളൊരു പനിയാണ് ബാക്ടീരിയൽ ഫീവർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ബാക്ടീരിയൽ ഫീവർ വരുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതും. ഞാൻ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പനിയായിട്ട് ഞാൻ പല പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒരു പകുതിയോളം പ്രാവശ്യം എനിക്ക് ഒരു മരുന്നും എഴുതി തരാതിരുന്നിട്ടുണ്ട്. കാരണം അന്നേരം ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്തായിരുന്നു അതെല്ലാം വൈറൽ ഫീവർ ആണ് എന്നുള്ളത്. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുത്തതിന് ശേഷം ആ പനിയൊക്കെ മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കി സമയത്തൊക്കെ ഞാൻ ചെന്നപ്പോൾ അത് ബാക്ടീരിയൽ ഫീവർ ആണ് എന്ന് ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുകയും എനിക്ക് ആൻറ്റിബയോട്ടിക്സ് തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രിസ്ക്രിപ്ഷനായിട്ട് ഏതെങ്കിലും ഒരു ഫാർമസി ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് തരും. ഉറപ്പായിട്ടും ആ പ്രിസ്ക്രിപ്ഷൻ അവർ മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത വട്ടം ഒരു പനി വരുമ്പോൾ വീണ്ടും ആൻറ്റിബയോട്ടിക്സ് തന്നെ മേടിക്കാം എന്ന് നമുക്ക് നാട്ടിലെ കൂടെ ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഫാർമസിക്കാർ ആ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് വെച്ചതിന് ശേഷമേ നമുക്ക് തരത്തുള്ളൂ. മാത്രമല്ല ആ ഫാർമസിക്കാർ തരുന്നത് ഒരു നോർമലായിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും. അതായത് നമ്മുടെ നാട്ടിലിപ്പം കൂടിയതും കുറഞ്ഞതും എന്നൊക്കെയുള്ള പല രീതിയിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മരുന്നാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫാർമസിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു മരുന്ന് കൊടുക്കണമെന്നുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ആ മരുന്നിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് ഫാർമസിസ്റ്റിനാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഫാർമസിസ്റ്റ് ആ പ്രിസ്ക്രിപ്ഷൻ അവിടെ മേടിച്ച് വെക്കുന്നത്. മാത്രമല്ല ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ വീണ്ടും മരുന്ന് മേടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ്. ഇനി അടുത്തതായിട്ടുള്ളൊരു സർജറിയെക്കുറിച്ചാണ്. പലരും പറയുന്ന സർജറിക്കൊക്കെ 1 വർഷവും 2 വർഷമൊക്കെ സമയമെടുക്കുമെന്നുള്ളതാണ്. സത്യമാണ്. കാനഡ മാത്രമല്ല US ആയിക്കോട്ടെ, അങ്ങനെ പല വിദേശ രാജ്യങ്ങൾക്കും സർജറിക്കൊക്കെ വളരെയധികം സമയമെടുക്കുന്നുണ്ട്. കാനഡയിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സമയം കുറച്ചുകൂടി കൂടുതലാണ് എന്നുള്ളത്. കാരണം ഇവിടെ വളരെയധികം ആൾക്കാർ, പ്രത്യേകിച്ച് 25 ലക്ഷം ആൾക്കാരാണ് ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിലേക്ക് എത്തിയത്. അത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സജ്ജീകരണമൊന്നും തുടങ്ങാതെ തന്നെയായിരുന്നു ഇവിടെ ഇത്ര ആൾക്കാരെ വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്തത്. അത് കാരണം നേരത്തെ ഞാൻ 2015 മുമ്പൊക്കെ നമ്മളൊരു സർജറിക്ക് വേണ്ടി അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 6 മാസമോ 8 മാസമൊക്കെ ആയിരുന്നു. ആ 6 മാസം 8 മാസം ഉണ്ടായിരുന്ന വെയിറ്റിംഗ് പീരീഡാണ് ഈ 2025 നിൽക്കുമ്പോൾ അതൊരു 2 വർഷമൊക്കെ ആയിട്ട് മാറിയത്. പക്ഷേ നമ്മളപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർജറിക്ക് ഈ 2 വർഷം 3 വർഷമൊക്കെ സമയമെടുക്കും എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്രയും നാളൊക്കെ ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാൻ ഇന്ത്യയിലേക്ക് പോകാൻ പറ്റും. എന്നാൽ കനേഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഏത് രാജ്യത്ത് പോയിട്ടാണ് ആ ചികിത്സയൊക്കെ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ആ സർജറിയൊക്കെ ചെയ്യാത്ത കാരണം അവരൊക്കെ മരിച്ചു പോകത്തില്ലേ?
നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സർജറി വൈകിയോ അല്ലെങ്കിൽ അവർ പൈസ ഇല്ലാത്ത കാരണം സർജറിയൊക്കെ ചെയ്തില്ലെങ്കിൽ അവരൊക്കെ മരിച്ചു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിരളമായിട്ട് 1-2 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇത്രയധികം 2 വർഷമോ 3 വർഷമൊക്കെ ഡിലേ ഉണ്ടാവുന്ന സർജറിക്ക് വരുമ്പോൾ ഒത്തിരി അധികം ആൾക്കാരാണല്ലേ മരിച്ചു പോകേണ്ടത്. നമ്മൾ അതിൽ തന്നെ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ സർജറിയുടെ അപ്പോയിൻമെൻറ്റ് അവർ നിശ്ചയിക്കുന്നത് എമർജൻസി നോൺ എമർജൻസി ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുതൽ ജീവിക്കത്തില്ല എന്ന് തോന്നുന്ന ഒരു കേസുകൾ അവർ എമർജൻസി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയും അങ്ങനെയുള്ള സർജറികൾ അവരെ എത്രയും പെട്ടെന്ന് നടത്തുകയും ചെയ്യും. അതേസമയം പല ആൾക്കാരും ഇപ്പോൾ ഒരു മുട്ടിൻ്റെ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈയുടെ ഒരു ചെറിയ സർജറിയോ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ അവർ ഏറ്റവും ഡിലേ ആയിട്ടുള്ള അപ്പോയിൻമെൻ്റാണ് തരുന്നത്. അതിനാണ് നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്ന പോലെ ഈ 2 വർഷം 3 വർഷമൊക്കെ സമയമെടുത്തു എന്ന് പറയുന്നത്. കാരണം ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായുള്ള സർജറികൾക്കൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു എമർജൻസി അല്ലാത്ത കേസുകളുള്ള സർജറി അവർ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മെഡിക്കൽ കോളേജിൽ 100 സർജറി ഒരു ദിവസം ചെയ്തു എന്ന റെക്കോർഡൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിനൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് വിപരീതമായിട്ട് വിദേശ രാജ്യത്തൊക്കെ ഒരു ദിവസമൊക്കെ മാക്സിമം 5-6 ഒക്കെ സർജറികൾ മാത്രമേ നടത്താറുള്ളൂ. കാരണം ആ ഡോക്ടറിന് ഓവറായിട്ടുള്ള സ്ട്രെയിൻ കൊടുക്കുകയോ സ്ട്രെസ് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷൻ തന്നെ. കാരണം ഒരു ഡോക്ടർ കൂടുതൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ എഫിഷ്യൻസി അത് ബാധിക്കുകയും ലാസ്റ്റ് വരുന്ന സർജറികൾക്ക് ഒത്തിരി കൈയബദ്ധങ്ങൾ വരികയും ആ പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു ദിവസം ഇത്ര പേഷ്യൻ്റ് കൂടുതൽ സർജറി അവർ ഫിക്സ് ചെയ്യത്തില്ല. ഈ പല റീസൺസ് കൊണ്ടാണ് ഇവിടുത്തെ സർജറികളിലൊക്കെ ഇത്രയധികം ഡിലേ വരുന്നത്. നമ്മുടെ നാട്ടിലൊരു എമർജൻസി ആയിട്ട് ഒരു ആൾക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സിനാരിയോ വരുമ്പോൾ നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ആൾക്കാരെ കയറ്റി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഒരു ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇതിന് വിപരീതമായിട്ട് കാനഡയിൽ ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ പല മലയാളികളും ഞാൻ കണ്ടിട്ടുള്ളത് സ്വന്തം കാറിൽ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്വന്തം കാറിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലുള്ളവർ തിരിഞ്ഞു നോക്കത്തേയില്ല. കാരണം ഇതിനു മുമ്പ് കാറിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ടോക്കൺ അനുസരിച്ച് അവർ വിളിക്കത്തുള്ളൂ. അത് എത്ര എമർജൻസിയാണെന്ന് പറഞ്ഞാലും. അതിന് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു എമർജൻസി നമ്പറായിട്ടുള്ള 911 വിളിക്കുക. അത് US-ലും സെയിം നമ്പർ തന്നെയാണ്. ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവരുടെ ഒരു ഫസ്റ്റ് എയ്ഡുമായിട്ട് ആൾക്കാർ വരുവാണ് ചെയ്യുന്നത്. ഒരു ആംബുലൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഫയറിൻ്റെ ആൾക്കാരോ ഒക്കെയാണ് ആ സ്പോട്ടിലേക്ക് വരുന്നതും അവരെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളും ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് അവർ നമുക്ക് തന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഒരു എമർജൻസി ആണോ അല്ലയോ എന്നുള്ളത്. വൺസ് അവർക്ക് ഒരു എമർജൻസി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആംബുലൻസ് വരികയും നമ്മളെ എത്രയും പെട്ടെന്നുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വൺസ് ആ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ നേരെ തന്നെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അന്നേരം യാതൊരു തരം വെയിറ്റിങ്ങും ഉണ്ടാകത്തില്ല. അവരേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. ആ സമയത്ത് ഇപ്പോൾ ഒരു എമർജൻസി എന്നുള്ള രീതിയിൽ ഒരു കൈമുറിയോ ഒക്കെ ചെയ്തിട്ട് ഒരാൾ വരുവാണെങ്കിൽ കൈമുറിയുന്ന ബ്ലഡ് നിൽക്കാനുള്ള സംവിധാനം മാത്രമേ അവർക്ക് ചെയ്യത്തുള്ളൂ. അതേസമയം മറ്റൊരാൾക്ക് ഒരു ഹാർട്ടിൻ്റെ ഒരു എമർജൻസി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഹാർട്ടെന്ന് പറയുമ്പോൾ ഒരു പഞ്ഞി വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ കെട്ടി വെച്ചിട്ട് ആ അസുഖം മാറ്റാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും എമർജൻസി ആയിട്ട് ചിലപ്പോൾ ഒരു സർജറിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ആദ്യം ഹാർട്ടിൻ്റെ ആ ഒരു എമർജൻസി ആയിട്ട് വരുന്ന ആളുടെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും രണ്ടാമത് എമർജൻസി ആയിട്ട് ഒരു കൈമുറിയോ അല്ലെങ്കിൽ കുറേ രക്തം പോയിട്ടുള്ള ഒരു കേസിൽ അവർ നോക്കത്തുള്ളൂ. ഉറപ്പായിട്ടും ആ രക്തം പോയി വാർന്നു പോകാൻ ഒരു ആളെയും ഇവിടെ അനുവദിക്കത്തില്ല. ആ രക്തം പോകുന്ന ഒരാൾക്ക് ആ രക്തം സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് സാമ്പത്തികമാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാനഡയിലെ മെഡിക്കൽ സിസ്റ്റം എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നുള്ളത്. ഫ്രീ ആണെന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ ആണ് നമുക്ക് തിരിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്നുള്ളത്. നാട്ടിലും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ചിലപ്പം ശരിയായിരിക്കാം, കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ടാക്സ് കൊടുക്കുന്നുണ്ടായിരിക്കത്തുള്ളൂ.
കാനഡയിലും അതുപോലെ തന്നെ ടാക്സ് കൊടുക്കാതെയും ടാക്സ് കൊടുക്കുന്നവരുമായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നവനായിക്കോട്ടെ ടാക്സ് കൊടുക്കാത്തവനും എല്ലാം തുല്യമായിട്ടാണ് മെഡിക്കൽ സിസ്റ്റം ഇവിടെ കൊടുക്കുന്നത്. അതായത് ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവൻ ടാക്സ് കൊടുത്ത ഒരാളാണോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്ത ആളാണോ എന്ന് നോക്കിയിട്ടല്ല അവർ ചികിത്സിക്കുന്നത്. മാത്രമല്ല രണ്ടുപേരുടെ നിന്നും 5 പൈസ മേടിക്കാതാണ് കാനഡയിലെ എല്ലാ ഹെൽത്ത് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ടാക്സ് കൊടുക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്ന കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് സർജറിയോ എന്താണെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. എന്നാൽ ടാക്സ് ഒന്നും കൊടുക്കാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെയുള്ള പല ആൾക്കാരും ചികിത്സ വേണ്ട എന്ന് പറഞ്ഞാണ് പലരും ജീവിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ വേദനയൊക്കെ സഹിച്ചും ഒക്കെ ജീവിക്കുന്ന പല ആൾക്കാരും എനിക്കറിയാം. അതേസമയം ഹെൽത്ത് സിസ്റ്റത്തിൽ ഒരു ഇക്വാലിറ്റി ഉണ്ടാക്കാനാണ് കാനഡ ഗവൺമെൻറ് ശ്രമിച്ചത്. നാട്ടിലൊരു അസുഖം വരുമ്പോൾ നമ്മൾ തന്നെയാണ് ഏത് ഡോക്ടറെ കാണണമെന്ന് തീരുമാനിക്കുന്നത്. അതായത് സ്പെഷ്യലിസ്റ്റിനെ കാണണോ അതോ നോർമൽ ഒരു ഫിസിഷ്യനെ കാണണോ എന്നുള്ളത്. പല ആൾക്കാരും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലിസ്റ്റിനെയൊക്കെ പോയി കണ്ട് അവരുടെ വിലപ്പെട്ട സമയമാണ് കളയുന്നത്. അതേസമയം കാനഡയിലെ ഇവിടെ ഉള്ളൊരു ഫിസിഷ്യനാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് അറിയത്തുണ്ടാകത്തില്ല നമ്മുടെ അസുഖം എത്ര കൂടുതലാണോ അതല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത്. പലരും ഗൂഗിളിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമുക്ക് വരുന്ന അസുഖങ്ങൾ വലിയ അസുഖങ്ങളാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാളാണ് ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഫാമിലി ഡോക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വോക്കിൻ ക്ലിനിക്കിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോൾ അവിടെയൊക്കെ ഒരു ഫിസിഷ്യനാണ് ഉണ്ടാകുന്നത്. ആ ഫിസിഷ്യൻ നമ്മളെ പോയി കാണുമ്പോൾ നമ്മുടെ അസുഖങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്, ഇത് ഇന്നൊരു അസുഖമാണ്, അല്ല ഇത് നിങ്ങൾക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടേ പറ്റത്തുള്ളൂ കാരണം നിങ്ങളുടെ അസുഖം കുറച്ച് കൂടുതലാണ് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റുകളുടെയൊക്കെ എണ്ണം കുറവായതുകൊണ്ടും രോഗികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടും ഒക്കെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനും ഏകദേശം ഒരു മാസങ്ങളൊക്കെ എടുക്കാം. ഞാൻ ഒരിക്കലും ഒരു ഫാമിലി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു രീതിയിൽ കൺഫ്യൂഷൻ വരികയും അദ്ദേഹം എന്നോടൊരു സ്പെഷ്യലിസ്റ്റിനെ പോയി കാണാൻ പറയുകയും ചെയ്തു. ആ സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഏകദേശം ഞാൻ 1 മാസമാണ് കാത്തിരുന്നത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് പോയി കണ്ടപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലാബ് ചെക്കിംഗ് എല്ലാം അദ്ദേഹം പറയുകയും അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതെല്ലാം റിപ്പോർട്ട് അദ്ദേഹം ചെക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പറഞ്ഞു അത് കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് അവർക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ പോലും തീർച്ചയായിട്ടും അവരൊരു സ്പെഷ്യലിസ്റ്റിനെ അടുത്ത് നമ്മളെ റെഫർ ചെയ്യും. I want to start with a simple question. Which country in the world has the best healthcare system? Yeah, so I hate that question. Here's where you should ask me why I hate that question. I knew you were going to start with that question. I think it's a question that a lot of people ask. Which country has the best healthcare system? And I don't think there's a correct answer to it. It depends on what it is that we value. I'll give you an answer, but then I'll tell you why the answer might not be applicable. If you look at the World Health Rankings, the country that came out on top is France. I think in general, starting from France and working northern, you tend to get the best healthcare systems. But the reason why it's not entirely applicable is that what works in one country may not work in another country. so a number of years ago, just a few years ago, I wrote a piece in the New York Times with my colleague Aaron Carroll. We actually did a tournament of health systems. It was like a bracket tournament, the way March Madness is a bracket tournament, or like a tennis tournament. And we had me and Aaron, Uwe Reinhardt, Ashish Shah, physician, now Dean of Brown, and Craig Garthwaite, an economist at Northwestern. And we each voted in each of the brackets, like in each of the pairings, for which system we liked better. And then we ultimately got a winner. But one of the important takeaways from that whole process is that in no pairing did any country win 5-0. There were 5 of us, right? We were not unanimous in any decision. There was always at least someone who disagreed, and in many cases it was 3-2. And we each had different reasons. Someone was very big on the cost, equity, access, or the quality. And so to me, look, this is 5 people who know healthcare pretty well and know these systems pretty well, and we couldn't even agree. So there's just no clear winner, actually. ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഒരുവിധം ഞാൻ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ signing off. Bye. But the one thing that stands out is that among all major developed nations, it's pretty clear that the United States comes in dead last. On the other hand, I think everyone, especially experts, should be skeptical that they know the answer. Because what works in one country or one setting doesn't necessarily work in another.
So, you know, there are aspects of the Australian system I like. There are aspects of the English system I like. But I don't think that there's a system we could just bring over here and install like a new fridge.